സ്റ്റോറി ആർക്ക് നോക്കുകയാണെങ്കിൽ കാര്യമായ സർപ്രൈസുകളൊന്നുമില്ല. ക്ലബിന് വേണ്ടി കളിക്കുന്നു, ഡിസ്ട്രിക്റ്റിന് വേണ്ടി കളിക്കുന്നു, സ്റ്റേറ്റിന് വേണ്ടി കളിക്കുന്നു, അങ്ങനെ സ്വാഭാവികമായിട്ടും രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന പ്രോഗ്രഷൻ തന്നെയാണ് പ്രൊഫഷണൽ ലൈഫിൽ കിട്ടന് ഉള്ളത്. ഇതിലെ ഓരോ ഘട്ടത്തിലേക്കും പോകുമ്പോൾ ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ കിട്ടൻ നേരിടേണ്ടി വരുന്നു എന്ന രീതിയിലാണ് തിരക്കഥ ഡ്രാമ സെറ്റ് ചെയ്യുന്നത്. ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു ഗ്യാങ്സ്റ്റർ റൈവലറി ട്രാക്ക് മാരി സെൽവരാജ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നായകൻ അതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് അല്ലെങ്കിലും ആ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് അയാളുടെ ജീവിതത്തിൽ ചില ഇമ്പാക്റ്റുകളുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ക്യാൻവാസ് ചെറുതാകുമ്പോൾ മാരി സെൽവരാജിന്റെ ബെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം സിനിമകളിൽ അദ്ദേഹത്തിന്റെ ഫ്രെയിമുകൾ കഥ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ബൈസണിലേക്ക് വരുമ്പോൾ ക്യാൻവാസ് വളരെയധികം വലുതാണ്. അതുകൊണ്ട് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം കുറച്ചുകൂടി ഒബ്വിയസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കഥയുടെ ഒരു വിശാലമായിട്ടുള്ള സ്വഭാവം കാരണം പല ട്രാക്കുകൾക്കും അവ അർഹിക്കുന്ന ഒരു സമയം കൊടുക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു ട്രാക്കായിരുന്നു കിട്ടന്റെ പ്രേമം. നായകന്റെ യാത്ര കാണിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു എപ്പിസോഡ് തന്നെയാണത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് വേണ്ടത്ര സ്പേസ് ലഭിക്കുന്നില്ല.